സാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കീഴടങ്ങുമെന്നാണ് അറിയുന്നത്. മിക്കവാറും നമ്മളെപ്പോലെ ഈ രാഷ്ട്രീയം പഠിക്കുന്നവർ, എന്നെപ്പോലുള്ളവർ വിചാരിക്കുന്നത് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതുവരെയുള്ള നീക്കം വെച്ച് കീഴടങ്ങാൻ തന്നെയാണ് സാധ്യത. അവിടെയും പിണറായി വിജയനെ അങ്ങനെയെങ്കിലും തോൽപ്പിക്കും, അങ്ങനെയും തോൽപ്പിക്കും. കാര്യം 8 ദിവസം പിണറായി വിജയൻ്റെ പോലീസിനായിട്ട് നടത്തിച്ച് വെള്ളം കുടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സാർ, ഇതിൽ ഉയർന്നു വരുന്നത് ഇതെല്ലാം ആയിക്കോട്ടെ, അദ്ദേഹം കീഴടങ്ങുന്നതും കോടതി വിധിയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഇവിടെ ഒരു വല്ലാത്ത ബുദ്ധി പിണറായി വിജയൻ അടങ്ങുന്ന CPM കോൺഗ്രസിനിട്ട് പണിയുകയാണ്. ആ പണി തങ്ങൾക്കിട്ട് പണിയുന്ന പണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാകാതെയാണോ ഈ കോൺഗ്രസ് ഈ കിടന്ന് ചക്കളത്തിൽ പോര് കാണിക്കുന്നത്? കോൺഗ്രസിൽ പറയുന്ന ഒരു ചക്കളത്തിപ്പോരുമില്ല. കോൺഗ്രസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൈമോശം വന്നുപോയ ഒരു സംഭവം. അതുപോലെ ഇടതുപക്ഷത്തിന് ഒന്നും ഇലക്ഷനിൽ പറയാനായി ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചുരിദാർ കഥ വരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പം ഇടതുപക്ഷം വിചാരിച്ചു അതുകൊണ്ട് കോൺഗ്രസിനെ മൊത്തം ഇല്ലാതാക്കാം, അല്ലെ നാറ്റിക്കാം എന്ന് പറഞ്ഞു. അവിടെയാണ് ഇപ്പോഴത്തെ മാങ്കൂട്ടത്തിനെതിരായ നിലപാടെടുത്തവരുടെ ബുദ്ധി ഭയങ്കരമായിരുന്നു. അവർ ഓൾ ഓഫ് എ സഡൻ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തുറച്ചു, നിയമസഭാ കക്ഷി മെമ്പർഷിപ്പ് തെറിച്ചു, പ്രാഥമിക അംഗത്തിൽ അതെല്ലാം കഴിഞ്ഞ കഥ. അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ഇപ്പോൾ സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായിട്ട് തകർന്നാൽ കോൺഗ്രസിലെ ഒറ്റ നേതാവായിട്ട് മാറും. VD സതീശൻ മാത്രമാകും നേതാവ്. അത് എല്ലാ കോൺഗ്രസ്സുകാരും ആരുടെ പുറകെ വരുമെന്നറിയോ? സതീശൻ്റെ പുറകെ വരും. ഇന്ദിരാഗാന്ധി തീർത്തവരെല്ലാം അവസാനം ആരുടെ പുറകെ വന്നു? ഇന്ദിരാഗാന്ധിയുടെ കൂടെ വന്നു. ഇന്ദിരാഗാന്ധി തീർത്ത് മൊറാർജി ദേശായി ഒത്തിരി പേര് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കൂടെ വരേണ്ടി വന്നു, ഒത്തിരി കോൺഗ്രസ്സുകാർ. ഇവിടെ കേരളത്തിലും വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മുടെ ആന്റണി ഉൾപ്പെടെ. അപ്പോൾ നാളെ VD സതീശൻ ശക്തനാണ്, നേതാവാണെന്നും തങ്ങളെ വീണ്ടും കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ കഴിവുള്ള ഒരു നേതാവായിട്ട് VD സതീശൻ മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ മുഴുവൻ കണക്കൂട്ടലും തെറ്റും. പിണറായി വിജയൻ്റെ കണക്കൂട്ടൽ മാത്രമല്ലല്ലോ, കോൺഗ്രസിൻ്റെ കണക്കൂട്ടലും തെറ്റില്ല. കാര്യം കോൺഗ്രസ്സിൽ അത് ഈ പറയുന്ന VD സതീശനെതിരെ കളിക്കാനായിട്ട് ആരെല്ലാം തുടക്കം മുതലുണ്ട്. രമേശുണ്ട്, പിന്നെ ഈ കേന്ദ്രത്തിൽ നിന്ന് ഇദ്ദേഹമുണ്ട്, KC വേണുഗോപാലുണ്ട്. അവരെയും കണക്ക് തെറ്റില്ലേ? പക്ഷേ അവരുടെ കണക്ക് തെറ്റുന്നു പറഞ്ഞാൽ ഇത് സതീശൻ്റെ കയ്യിലേക്ക് ഇത് കൊണ്ടു കൊടുക്കാറ്. ഇത് KC വേണുഗോപാലൊക്കെ കൊണ്ട് രാഹുലിനെ ആദ്യം ഒന്ന് പ്രോപ്പപ്പ് ചെയ്തു ഭയങ്കരമായിട്ട്. പാലക്കാട് രണ്ടാമത് പ്രോപ്പപ്പ് ചെയ്തു. അപ്പോൾ ഈ ഇയാളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായിരുന്നു. അതുപോലെ ജനപിന്തുണ ഉണ്ടായിരുന്നു. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ മാങ്കൂട്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊക്കെ മാങ്കൂട്ടം ശരിയാണെന്ന് തന്നെ വിശ്വസിച്ചയാളാണ്. മാങ്കൂട്ടത്തിൻ്റെ നിലപാടാണ് ശരി, സതീശനെതിരെ തിരുക്കം കാണിച്ചു എന്ന് തന്നെ വിചാരിച്ചയാളാണ്. പക്ഷേ മറിച്ച് മാങ്കൂട്ടത്തെപ്പറ്റി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളേ ഉള്ളൂ. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സതീശൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യും. കാരണം സതീശനെ എതിർക്കാൻ പിന്നെ ആർക്കാൻ പറ്റുന്നത്? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, അങ്ങനെ സതീശൻ ഉയർന്നു വരുമ്പോൾ അത് ഇടതുപക്ഷത്തിന് CPM പണിയാവും. പിന്നെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിണറായി വിജയന് പറ്റുന്ന അടുത്ത അബദ്ധം എന്ന് പറയുന്നത്, സാറിനോട് ചോദ്യം ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ സാറ് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആൾ, കോൺഗ്രസ് അനുഭാവിയോ സിമ്പതൈസറോ എന്തോ വാക്കുവേണേ പറഞ്ഞു, വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആൾ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഇങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്, MLA ആണ്, പുറത്തറിയുന്നു, നാണക്കേടാവുന്നു. സാർ ഇനി മാറി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ആർക്ക് വോട്ട് ചെയ്യും? അല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അത് വിഷയമില്ല. ആ വിഷയം ഇവിടെ വരില്ല. ഈ സ്ത്രീ വിഷയം സാർ പറഞ്ഞ പോലെ മാറി വോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചവർക്ക് ഈ സ്ത്രീ വിഷയം ഒരു കാരണമേ അവിടെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സാറിന് രാഹുൽ മാങ്കൂട്ടം മറിച്ച് വോട്ട് ചെയ്യാൻ ചോയ്സ് ഉണ്ടോ? ഇത് പീഡനം ഇല്ലാത്തൊരു പാർട്ടിയിലേക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിനെ മറികടക്കാൻ ഇതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ പറയുന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട്, സാർ, ഈ ഒരു കാരണം മാത്രമല്ലല്ലോ, ഈ ഒരു കാരണം പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു കാരണമല്ലേ. പക്ഷേ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ നിരവധിയാണ്. അതെല്ലാം നമ്മൾ വിട്ടോ. ഈ ഒറ്റ ഇഷ്യൂവിൽ ആണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എങ്കിൽ ഇവിടെ വോട്ട് ചെയ്യാൻ നടത്തുക. നമ്മൾ സാധാരണ ഞാനിപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ, സാർ ഒരു കാര്യം കൂടെ അതിൽ പറയാം. സാർ അത് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും ഉമ്മൻചാണ്ടി അല്ലല്ലോ. അല്ലെങ്കിൽ പോട്ട് കേരളത്തിലെ തലപ്പൊക്കമുള്ള കോൺഗ്രസിലെ വേറെ നേതാവൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അതങ്ങ് മാറ്റി നിർത്താം. അത് സാർ ഈ പറഞ്ഞതാണ് യഥാർത്ഥ ടെക്നിക്കൽ പോയിന്റ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഇഷ്ടംപോലെ നേതാക്കന്മാർ നേതാക്കളുണ്ട്. ഇതിനു മുമ്പ് എൽദോസിന്റെ പേര് പറഞ്ഞിട്ട് വിൻസെന്റ് PT ചാക്കോ മുതൽ ഇങ്ങോട്ട് തുടങ്ങുകയാണ്. മുന്നണി എടുത്ത കുഞ്ഞാലിക്കുട്ടി മുതൽ ഇങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമായി ഒറ്റതിരിഞ്ഞ് ശിക്ഷിക്കണോ എന്നുള്ള ചോദ്യം ജനങ്ങളുടെ മുമ്പ് വരും. പഴയ PJ കുര്യൻ അവിടെ പോയി. PJ കുര്യൻ ജനങ്ങളുടെ മുമ്പ് വരും. PJ കുര്യനൊക്കെ ഇപ്പോൾ സൈലൻ്റ് ആണല്ലോ.
അതെ, തീർച്ചയായിട്ടും ഈ വിഷയത്തിലൊന്നും ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. അവിടെയാണ് സതീശൻ്റെ അപ്രമാദിത്വത്തെ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വലിയ ഉയർന്ന കോൺഗ്രസ് നേതാക്കൾ ഇവർ വരും. ഇപ്പോൾ ധൈര്യമായിട്ട് ഒപ്പം പറഞ്ഞ 2 നേതാക്കന്മാരെ വി എം സുധീരൻ പറഞ്ഞു. അത് കൂടാതെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഫീൽഡിലുള്ള 2 പേരേ പറഞ്ഞുള്ളൂ. ഒന്ന് സതീശനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ല, എന്നാലും കൃത്യമായ അഭിപ്രായം പറഞ്ഞ കെ മുരളീധരനാണ്. കൃത്യമായി കെ മുരളീധരനാണ്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ചാഞ്ചാടി കളിക്കുകയാണ്. രമേശ് പറയുന്നത് വേറെയാണ്, അത് വേറൊരു വിഷയം. രമേശ് ഇത് 2 ഉദ്ദേശമുണ്ട്. 2 കിട്ടണം, 2 സപ്പോർട്ടും കിട്ടണം. അതെ, രമേശിനെ മറികടന്നുകൊണ്ട് ഇവർ വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിൽ പോകാൻ തുടങ്ങി. ഈ കോൺഗ്രസിൻ്റെ AI ഗ്രൂപ്പിൻ്റെ പഴയകാല തർക്കത്തിൻ്റെ ചില ചലനങ്ങൾ ഇതിനകത്ത് കാണാം. നമുക്ക് വിശദമായിട്ട് വേറെ ചർച്ച പറയാം. ഇവിടെ ഈ മാങ്കൂട്ടത്തിനെ വെച്ചുകൊണ്ട് പിണറായി വിജയൻ വിലപേശിയാൽ നഷ്ടക്കച്ചവടം അവസാനം ആർക്കായിരിക്കും അറിയോ? പിണറായിക്ക് തന്നെയാവും. പിണറായിയുടെ പാർട്ടിക്കാരുടെ എല്ലാ വൃത്തികേടും ഓരോന്നായിട്ട് ഇപ്പോൾ വലിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. റിയാസിൻ്റെ ഡൈവോഴ്സിന് മുമ്പ് ആദ്യത്തെ ഭാര്യയുടെ പ്രശ്നം തൊട്ട്, അവിടുത്തെ PCCയുടെ പ്രശ്നം തൊട്ട്, മുകേഷിൻ്റെ പ്രശ്നം തൊട്ട്, ഇതെല്ലാം സജീവമായി ഇഷ്യൂ ഒക്കെ പെട്ടെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ വന്നപ്പം ഇതുവരെ നമ്മളിപ്പോൾ സജീവ ചർച്ചയിലില്ലായിരുന്ന, ചർച്ചാവേദികളിലൊന്നും ആരും പറയാതിരുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് പിണറായിക്കിട്ടും വെട്ടും, സതീശനിട്ടും വെട്ടും എന്ന ആ രീതിയിലാണ് വളർന്നു വന്നത്. ഇപ്പോൾ അതിൻ്റെ 2 മുന പോയി പിണറായിക്കിട്ട് മാത്രം വിട്ടുകൊള്ളേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പക്ഷെ പിണറായി ഇട്ടിരിക്കുന്ന ആ ഒരു ചെറിയ തിരി കൊളുത്തിയിട്ടിരിക്കുന്നത് കോൺഗ്രസിനകത്തൊരു അടി ഉണ്ടാക്കാനുള്ള തിരി തന്നെയാണ് ഈ കൊളുത്തിയിട്ടിരിക്കുന്നത്. അതിനെ അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റുകളുടെ സ്ത്രീകൾ വനിതാ നേതാക്കളൊക്കെ തന്നെ, ഇന്നലെ MA ഷഹനാസ് എന്ന് പറഞ്ഞ ആ വനിതാ കോൺഗ്രസിൻ്റെ നേതാവ് എന്തെല്ലാം കാര്യങ്ങളാണ് വിളിച്ച് പറയുന്നത്. ഇതുവരെ ഷാഫി എന്ന് പറയുന്ന യുവനേതാവിനെതിരെ ഉണ്ടായിരുന്ന ഇമേജ് തകർക്കത്തക്ക രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു കൂട്ടയടി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം. കൂട്ടയടിയല്ല, അതിനകത്ത് പിണറായി വിജയനും ബുദ്ധിപരമായി ചെയ്യണമെങ്കിൽ ഈ വിഷയം രാഹുൽ സതീശൻ പോരെ സജീവമായി നിർത്തണം. അതേസമയം രാഹുലിനെ പൂർണ്ണമായിട്ട് തകർത്തി കഴിഞ്ഞാൽ സതീശൻ അജയനാവും. 2 പേരുടെ ശക്തി ഒരാൾക്ക് കിട്ടും, കോൺഗ്രസിൻ്റെ ശക്തി. മറിച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഒരു വിഭാഗം ശക്തി സതീശനും ഒരു വിഭാഗം രാഹുലിനുമായിട്ട്. പക്ഷേ സാർ ഇവിടെ പറഞ്ഞ ഈ രാഹുലിൻ്റെ ശക്തി എന്ന് പറയുന്നത് സാർ, കോൺഗ്രസ് പാർട്ടിയിൽ ഇത് നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൽ ഇങ്ങനെയൊന്നും നടക്കാത്തില്ല. പക്ഷേ ആ പയ്യൻ എത്ര പെട്ടെന്നാണ് അവൻ്റേതായ ഒരു പട്ടാളത്തെ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ കാരണം ഇപ്പോൾ എത്ര നേതാക്കന്മാരെ DYFയുടെ A റഹീം തൊട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ വിഷ്ണുനാഥ് മുതൽ എത്രയോ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ, ഈ DYF നേതാക്കന്മാരും AISF നേതാക്കന്മാരും യുവമോർച്ച നേതാക്കന്മാരുണ്ട്. പക്ഷേ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ആരാധനയോടെ നോക്കിക്കണ്ടൊരു നേതാവായിരുന്നു, ആണും പെണ്ണും വിജയം നോക്കിക്കണ്ട നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ആരാധനയോടെ, ആ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ടേണിംഗ് ടു ബി ഡെഡ്ലി, എസ്പെഷ്യലി മലബാർ ഏരിയയിൽ പോലും. ഇത് പിണറായി വിജയനെ പിടിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അതിന് പകരം ഇവരിൽ അർപ്പിച്ച വിശ്വാസം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലൊക്കെ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ചെറുപ്പത്തിലെ മുഖ്യമന്ത്രി ആകാൻ വരെ പറ്റുന്ന ആളായിരുന്നു ഷാഫി. പക്ഷെ മറിച്ച് അത് അവർ തന്നെ കൊണ്ട് കല ഉടച്ചില്ലേ. ഷാഫിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പേഴ്സണലായിട്ട് കാര്യം ഷാഫിയെ ഒരു വേള ഈ CPM നേതാക്കൾ വല്ലാതെ പേടിച്ചിരുന്നു. കാര്യം അത്ര കണ്ട് ക്രൗഡ് പുള്ളറായി തീരുമോ എന്നൊരു. ഇവരുടെ നാക്കിന് മുമ്പിൽ CPMകാരെല്ലാം കൂടെ വന്നാലും ഒന്നും അല്ലെന്നേ. നിയമസഭയിൽ ഇപ്പോൾ നേരെ മിസ്റ്റർ വിജയൻ നേരെ വിളിച്ച ആളെ രാഹുൽ മാങ്കൂട്ടം. പിന്നെ VD സതീശനെ പറ്റിയ കുഴപ്പം, VD സതീശനെ മറികടന്നുകൊണ്ട് ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഇത് കിട്ടിയതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കിട്ടിയതിൻ്റെ കാരണം VD സതീശൻ പിണറായി വിജയനോട് വളരെ സോഫ്റ്റാണ് എന്ന ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. അല്ലൊരു പ്രതിപക്ഷ ബഹുമാനം മാത്രമേ അദ്ദേഹം എന്നായിരിക്കും ന്യായം. പക്ഷേ അത് പിണറായി വിജയനെ അറ്റാക്ക്, സുധാകരൻ്റെ സ്റ്റൈൽ വേറെയാണ്. അതുവാ ഇന്ന് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയെ കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയെ തെറി പറയുന്നവൻ ആരാണോ അതാണ് കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാവ്. അത് കേരളത്തെ പ്രത്യേകിച്ചും. പക്ഷേ ഇപ്പം ഇവരെല്ലാവരും തരൂരിനെതിരാണല്ലോ. ഇപ്പോൾ തരൂർ പറഞ്ഞിട്ടില്ലേ, പാർലമെൻറ്റിൽ ഇങ്ങനെ വാക്കൗട്ട് നടത്തുകയല്ലേ വേണ്ടേ, അടിയന്തര ബഹളം ഉണ്ടാക്കുകയല്ല വേണ്ടത്, മുൾമുനെ നിർത്താൻ പറ്റണമെന്നാണ് പറഞ്ഞത് മന്ത്രിമാരെ, കേന്ദ്രമന്ത്രിമാരെ. അതിന് പകരം ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോന്നാൽ അവർക്ക് അവസരം. ഇവിടെ നടക്കുന്ന എല്ലാ പ്രാവശ്യവും അടിയന്തര പ്രമേയം വാക്കൗട്ട്. ബാക്കി എല്ലാ ബില്ലും പിണറായി വിജയൻ ആവശ്യമുള്ള എല്ലാം അവർ പാസ്സാക്കിക്കോളും. എന്നിട്ട് പുറത്തിറങ്ങിയിരുന്ന വാചടിക്കുക, ആ ബില്ല് ജനദ്രോഹകരമാണ്. കാര്യമുണ്ടോ? അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയ ശൈലി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കോൺഗ്രസ്സുകാരുണ്ട്. സതീശനോടുള്ള ദേഷ്യം കൊണ്ടല്ല, പക്ഷെ മറിച്ച് പിണറായി വിജയനെ ത്രൂ ഔട്ട് അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓൾ ഔട്ട് അറ്റാക്കിന് തയ്യാറായിട്ട് മുമ്പോട്ട് വന്നതല്ല.
ഇവർ രണ്ടുപേരും, ഷാഫിയും. അപ്പോൾ ഈ കോൺഗ്രസിനകത്ത് ഈ ഒരു പോര് ഇനി ഈ ഇപ്പോൾ കീഴടങ്ങിയിരുന്നാലും പിന്നെയും തുടർന്നുകൊണ്ടിരിക്കില്ലേ? കാര്യം ഇപ്പം തന്നെ ഫെനി നൈനാനെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയത് ആര് പറഞ്ഞിട്ടെന്നൊക്കെ രമേശ് ചോദിച്ചിരിക്കുക. അല്ല അത് ഫെനി നൈനാൻ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ പ്രതിയാണ്. അല്ല, രമേശ് ചെന്നിത്തല സ്ഥാനാർത്ഥിയൊക്കെ എത്ര പേരുണ്ട്? ധൈര്യമായിട്ട് തൂക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര പേർ അതിലൊന്നും അങ്ങനെ തന്നെ ആരെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് ഇവർക്ക് ആർക്കും മുന്നാളന്മാരാകണ്ട. ഡീൻ കുര്യാക്കോസിനെ, പെറ്റി തോമസിനെ മാറ്റി ഡീൻ കുര്യാക്കോസിനെ അവിടെ ഇടുക്കിക്കൊണ്ടിട്ട് തോറ്റിട്ടില്ല. ആദ്യത്തെ ടൈം തോറ്റു. പെറ്റി തോമസിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമായിരുന്നു അന്നത്തെ. ഏതായാലും സാർ, ഇതിൽ പിണറായി വിജയനും CPM കാണുന്ന രാഷ്ട്രീയ ലാഭത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നോക്കി സംസാരം നിർത്താം. സാർ എന്ത് കരുതുന്നു? രാഷ്ട്രീയ ലാഭം പോയിട്ട് രാഷ്ട്രീയ നഷ്ടക്കച്ചവടത്തിലേക്കാണ് പിണറായി വിജയൻ അടിവെച്ച് പോകുന്നത്.